പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെയായിരിക്കണം ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ. ഭൂതകാലത്തിൽ വസിക്കരുത്. ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണരുത്. വർത്തമാന നിമിഷത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. എല്ലാ സൗഹൃദത്തിനു പിന്നിലും ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യമെങ്കിലും ഉണ്ടാകും. സ്വാർത്ഥ താല്പര്യം ഇല്ലാത്ത സൗഹൃദമില്ല എന്നത് കയ്പുള്ള ഒരു സത്യമാണ്. കയ്യിലുള്ള ഉറപ്പുള്ളതിനെ ഉപേക്ഷിച്ച് വലുതാണെന്ന് തീർച്ചയില്ലാത്തതിനെ തേടിപ്പോകുന്നവർക്ക് രണ്ടും നഷ്ടപ്പെടാം. സമ്പത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോ നമ്മളെ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക. കുറവുകളിൽ ആരും പൂർണ്ണരല്ല. അപൂർണതകളിലും വിഷമിക്കേണ്ടതില്ല. നമ്മുടെ മനസമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായം തേടേണ്ടതില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും. സാഹചര്യങ്ങൾ ഏറ്റവും മികച്ചതാകുന്നതുവരെ കാത്തിരിക്കരുത്. ഇപ്പോൾ തന്നെ തുടങ്ങുക. സാഹചര്യങ്ങൾ കാലക്രമേണ മികച്ചതായി തീരുന്നതാണ്. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്. എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ്. ഓരോ തിരസ്കരങ്ങളും ഉയരാനുള്ള വാശി നമ്മളിൽ നിറയ്ക്കുകയും ചെയ്യും. നല്ല ചിന്തകൾ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാനുള്ള നല്ലൊരു മനസ്സും ദൃഢനിശ്ചയവും കൂടിച്ചേരുമ്പോഴാണ് നല്ല ചിന്തകൾ എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്തു നിർത്തുക. മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും. കാരണം തെറ്റു ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരായിരിക്കും. താനൊരിക്കലും അതിൻ്റെ തണലിലിരിക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതമെന്നാൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ 5 സെക്കൻഡിൽ കൂടുതൽ തുടർച്ചയായി നോക്കിക്കൊണ്ടിരുന്നാൽ അതിനർത്ഥം അയാൾ ആ സ്ത്രീയെ മോഹിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. സംഭവിച്ചത് എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. ഒരുമിച്ച് നടന്നപ്പോൾ എന്തു നേടി എന്നതല്ല, തനിച്ചു നടന്നപ്പോൾ പിന്നിൽ നിന്നും വിളിക്കാൻ പോലും ആരുമില്ല എന്ന തിരിച്ചറിവാണ് ജീവിതം. നമ്മുടെ ജീവിതമാണ്. നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക. മറ്റുള്ളവർക്കതൊരു ബാധ്യത ആകരുത്.